ഫിനാൻഷ്യൽ ഫ്രീഡം വളരെ പവർഫുൾ വേർഡാണത്. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിപ്പെടുക എന്നത് വളരെ പ്രയാസം നിറഞ്ഞ ഒന്ന് തന്നെയാണ്. നമുക്ക് ഒരു സ്ഥിര വരുമാനമുള്ള ജോലി ഉണ്ടെങ്കിൽ പോലും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണം എന്നില്ല. അതുപോലെ സാമ്പത്തികമായി ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തവരിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളാണ്. പക്ഷേ മുൻപത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരുപാട് സ്ത്രീകൾ ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുത്തിട്ടുണ്ട്. എന്തായാലും എങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിപ്പെടാം എന്നൊന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഫിനാൻഷ്യൽ പ്ലാനിംഗ്. ഓരോ വ്യക്തിക്കും വേണ്ട ചില സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട്. റിട്ടയർമെൻറ്റിനായി പണം മാറ്റിവെക്കലും വീട് വാങ്ങുന്നതും കടം വീട്ടുന്നതുമെല്ലാം സാമ്പത്തിക ലക്ഷ്യങ്ങളുടെ അണ്ടറിൽ വരുന്നതാണ്. അതുകൊണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുന്നതിനായി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളെ ഒന്ന് പ്ലാൻ ചെയ്യുക എന്നതാണ്. ഒരു വ്യക്തമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും അവ നേടുന്നതിനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. രണ്ട്, ബജറ്റിങ്ങും സേവിങ്സും. നമുക്ക് ലഭിക്കുന്ന വരുമാനം മനസ്സിലാക്കി കൃത്യമായി ബജറ്റിങ്ങും നിശ്ചിത തുക സേവിങ്സിലേക്ക് മാറ്റിവെക്കുകയും ചെയ്യുന്നത് ഒരു ശീലമായി തുടരുക തന്നെ വേണം. ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ ഈ ശീലം ഒരുപാട് സഹായിക്കും. മൂന്ന്, ഡെപ്റ്റ് മാനേജ്മെൻറ്റ്. ഉയർന്ന പലിശയുള്ള കടം തിരിച്ചടയ്ക്കുന്നതിന് മുൻഗണന നൽകുകയും അനാവശ്യ കടമെടുപ്പ് ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് കടം നിയന്ത്രിക്കുകയും കുറയ്ക്കുകയും ചെയ്യുക. ഒരു കാരണവശാലും കടം തീർക്കാതെ വയ്ക്കരുത്. പലിശ ഈടാക്കുന്ന കടങ്ങളാണ് അടച്ചു തീർക്കേണ്ടത് എങ്കിൽ സമയം കൂടുന്തോറും അത് കൂടുതൽ തലവേദനയാവുകയേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് കടങ്ങൾ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ പുതിയ കടങ്ങൾ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. നാല്, ഇൻവെസ്റ്റിംഗ് ഫോർ ഗ്രോത്ത്. നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു തുടങ്ങുക. കാലക്രമേണ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ഈ ശീലം നമ്മെ സഹായിക്കും. സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, റിയൽ എസ്റ്റേറ്റ്, ഇതര നിക്ഷേപങ്ങൾ എന്നിവ പോലുള്ള വിവിധ അസറ്റ് ക്ലാസുകളിൽ നിങ്ങളുടെ നിക്ഷേപ പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കുക. ഇത് എന്തുകൊണ്ടും നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കും. അഞ്ച്, സാമ്പത്തിക വിദ്യാഭ്യാസം. മറ്റെന്തൊരു കാര്യം പഠിക്കുന്നത് പോലെ വളരെ ചെറുപ്രായത്തിൽ തന്നെ പഠിക്കേണ്ട ഒന്നാണ് സാമ്പത്തിക വിദ്യാഭ്യാസം. പക്ഷേ ഇന്നും പല കുട്ടികൾക്കും അത്തരത്തിലുള്ള ഒരു പഠനം ലഭിക്കുന്നില്ല. വ്യക്തിഗത ധനകാര്യം, നിക്ഷേപം, സമ്പത്ത് കെട്ടിപ്പടുക്കൽ തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ച് തുടർച്ചയായി സ്വയം ബോധവൽക്കരിക്കുക. വിപണി പ്രവണതകൾ, സാമ്പത്തിക സംഭവ വികാസങ്ങൾ, സാമ്പത്തിക വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ എന്നിവയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. പുസ്തകങ്ങൾ, കോഴ്സുകൾ, സെമിനാറുകൾ, പ്രൊഫഷണൽ ഉപദേശം തുടങ്ങിയ കാര്യങ്ങളിലൂടെ നമ്മളിൽ സാമ്പത്തിക ബോധം ഉണ്ടാക്കിയെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതുകൊണ്ട് എത്ര വൈകിയാലും സാമ്പത്തിക വിദ്യാഭ്യാസം നേടുക. ആറ്, ദീർഘകാല വീക്ഷണം. സാമ്പത്തിക ആസൂത്രണത്തിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലും ദീർഘകാല വീക്ഷണം സ്വീകരിക്കുക. പെട്ടെന്നുള്ള പരിഹാരങ്ങൾ അല്ലെങ്കിൽ തൽക്ഷണ സംതൃപ്തി തേടുന്നതിന് പകരം സുസ്ഥിരമായ സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിലും ക്രമേണ സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ എന്തായാലും ഫിനാൻഷ്യൽ ഫ്രീഡമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ശീലങ്ങളാക്കി മാറ്റിയാൽ മതി. അങ്ങനെ ചെയ്താൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന വലിയ ലക്ഷ്യം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും.